ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്വൈത ദീപികയിലെ 6-ാം ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: ഉണ്ടില്ല എന്ന് മുറമാറി അസത് സത് രണ്ടും പ്രതീതമിത് അനാദി തമസ്വഭാവം. രണ്ടും തിരഞ്ഞിടുകിലില്ല അസത് രഞ്ജുപണ്ടത്തിലില്ല ഉരകം ഉള്ളത് രഞ്ജു മാത്രം. നമുക്കിവിടെ ജീവിതത്തിൻ്റെ നമുക്ക് അനുഭവങ്ങളിൽ എപ്പോഴും കാണുന്നത് ഉണ്ട് ഇല്ല, ജയം തോൽവി, എല്ലാ ദ്വന്ദ്വങ്ങളുമാണ് ഉള്ളത്. സുഖം ദുഃഖം, ഇത് ഉയർച്ച താഴ്ച, ഈ ദ്വന്ദ്ങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇരുട്ട് വെളിച്ചം, വെളിച്ചം ഇല്ലായ്മയാണ് ഇരുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരവസ്ഥയിലൂടെയാണ് എല്ലാ കാര്യത്തിലും നമുക്ക് തോന്നും. അപ്പോൾ ഉണ്ടില്ല എന്ന് മുറമാറി അസത് സത് രണ്ടും പ്രതീതമിത്. ഇത് പ്രതീതമാണ്, ഇതൊരു തോന്നലാണ്. ഉണ്ട്, എന്നോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ട്, അല്ല സ്നേഹമില്ല എന്നും തോന്നലാണ്. നമുക്ക് ചില സമയത്ത് തോന്നും എന്നോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ സ്നേഹമില്ല. ഇത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് സത്യമല്ല. അപ്പോൾ ഇത് സത്യമല്ലേ, വെളിച്ചം സത്യമല്ലേ എന്ന് ചോദിച്ചാൽ ആ ഒരു സന്ദർഭത്തിൽ, പല സന്ദർഭത്തിലും അറിവ് സത്യമല്ലേ എന്നൊക്കെ പറഞ്ഞാലും ചില സന്ദർഭത്തിൽ നമുക്ക് അവിടെയും തള്ളി പറയാറുണ്ട്. ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ, പൊരുളൊടുങ്ങുന്ന ഒരു അദ്വൈതമായിട്ടുള്ള ഒരവസ്ഥ നമുക്കുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തുനിന്ന് ജീവിതത്തിൻ്റെ ദർശനം മുതൽ, ദൃശ്യങ്ങൾ മുതൽ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങോട്ട് വരികയാണ്. ദേഹത്തെ കളഞ്ഞു, പ്രകൃതിയെ കളഞ്ഞു, ദേഹത്തെ കളഞ്ഞു, ഇന്ദ്രിയങ്ങളെ കളഞ്ഞു, മനസ്സിനെ കളഞ്ഞു, ബുദ്ധിയെ കളഞ്ഞു, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഇത്രയും സ്റ്റെപ്പ് നിന്നോട്ട് താഴോട്ട് നോക്കുമ്പോൾ എല്ലാം അവിദ്യ, മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് വിദ്യ എന്ന് തോന്നും. വീണ്ടും അടുത്ത സ്റ്റെപ്പ് നിന്നിട്ട് ആ അടുത്ത സ്റ്റെപ്പിലും നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ അത് അവിടെ വിദ്യ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിനെയും കളഞ്ഞാണ് അവസാനത്തെ അവസ്ഥയിൽ പോലും പ്രാണൻ്റെ തുടുപ്പ് എന്ന് പറയുന്നതിനെ പോലും നമുക്ക് അസത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടി വരും. പിന്നെ നിശ്ചലതയിൽ ചെന്ന് ചേരുകയാണ്, നമ്മളൊന്നും അറിയുന്നില്ല. അപ്പം ഇതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. സത്തുമാണ് അസത്തുമാണ്. അപ്പോൾ ഈ ഒരു സത്യം മനസ്സിലാക്കണം. ഉണ്ടില്ല എന്ന് മുറമാറി, ഓരോ സമയത്ത് മുറ മാറുകയാണ് ചെയ്യുന്നത്. അസത് സത് രണ്ടും പ്രതീതമിത്, ഈ രണ്ടും തോന്നൽ തന്നെയാണ്. എല്ലാം തോന്നലാണ്. നമുക്ക് സ്നേഹമുണ്ട് എന്നുള്ളതും എല്ലാം തോന്നലാണ്. നമ്മൾ വേഗത്തിൽ ചെന്ന് ചേരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ചാഞ്ചാട്ടമില്ലാത്ത സമനിലയിൽ നിൽക്കാൻ സാധിക്കും. അതുമാത്രമാണ് സത്യം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാപേക്ഷികമായ അനുഭവങ്ങളാണ് ഇതെല്ലാം. ജ്ഞാനം എന്ന് വേണമെങ്കിൽ പറയാം. നിരപേക്ഷകമായ അവസ്ഥയിൽ, ഒന്നിനെയും ആശ്രയിക്കാത്ത അവസ്ഥയിൽ നമുക്ക് ചെന്നത്, അതാണ് ഏകം എന്ന് പറയുന്നത്. ഒന്നിനെയും അവിടെ ആശ്രയിക്കുന്നില്ല, ഏകത്തിൽ ചെന്ന് നിൽക്കുകയാണ് എന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമ്മൾ ഓരോന്നിനെയും ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ ആശ്രയിക്കുന്നു. ഇങ്ങനെ നമുക്കെല്ലാം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ആശ്രയിച്ചാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഉണ്ടില്ല എന്ന് മുറമാറി അസത് സത് രണ്ടും പ്രതീതമിത് അനാദി തമസ്വഭാവം. ഇത് അനാദിയായിട്ടുള്ള, ഇതങ്ങോട്ട് ഒരു തുടക്കത്തിൽ അറിഞ്ഞില്ലേ, ഒരു നിശ്ചലതയിൽ നിന്ന് ചെറിയ ഒരു ചലനം വരുമ്പോൾ മുതൽ ഈ അനാദിയായ തമസ്വഭാവം, തമസിൻ്റെ ഇരുട്ടിൻ്റെ ഒരു സ്വഭാവം നമുക്ക് ഒരു മറവ് വരും. ആ നിശ്ചലയിൽ നിന്ന്
ഒന്നൊരു ചലനമുണ്ടാകുമ്പോൾ അവിടെ ഒരു മറയുണ്ടാകുകയാണ്. അതിനെയാണ് അനാദിയായ തമസ്സെന്ന് പറയുന്നത്, ഇരുട്ടെന്ന് പറയുന്നത്. ആ ഇരുട്ടെന്ന് മാറുമ്പോൾ നമ്മൾ അതിൽ ചെന്ന് അമരുന്നു, നമ്മൾ ആ സത്യത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അനാദി തമസ് സ്വഭാവം എന്ന് പറയുന്നത്. രണ്ടും തിരഞ്ഞിടുകിലില്ല ഈ സത് അസത് എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നതും അസത്ത് എന്ന് പറയുകയാണെങ്കിലും നമ്മൾ ഓരോന്നിനെയും തിരഞ്ഞിടുകിൽ അത് രണ്ടും സത്യമല്ല എന്ന് മനസ്സിലാവും, ഒന്നും ഇല്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടും തിരഞ്ഞിടുകിലില്ല അസത് രഞ്ജു ഖണ്ഡത്തിലില്ല. അസത് രഞ്ജു ഖണ്ഡത്തിൽ നമുക്കെന്താണ്? ഇല്ല ഉരകം. ഒരു മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് തോന്നും അസത്തായിട്ടുള്ള ഒരു സമയത്ത് ഇരുട്ടിലാണെങ്കിൽ നമുക്ക് തോന്നാറുണ്ട് നമുക്ക് അവിടെ കിടക്കുന്നത് ഒരു കയറാണ് കിടക്കുന്നത്. ആ കയറിനെ നമുക്ക് പാമ്പായിട്ട് തോന്നും. വെളിച്ചം കൊണ്ടുവരുമ്പോൾ മനസ്സിലാവും അത് കയറാണ് എന്ന് പറയുന്നത്. അപ്പോൾ അസത് രഞ്ജു ഖണ്ഡത്തിൽ ഇല്ല ഉരകം. അതിന് ഉരകം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഉള്ളത് രഞ്ജു മാത്രം, ഉള്ളത് കയറ് മാത്രമാണെന്ന് മനസ്സിലാവും. പക്ഷെ അപ്പോഴും നമുക്കറിയാം, കാരണം ഈ രഞ്ജു പോലും സത്യമല്ല. രഞ്ജുവിനെ നമ്മൾ സത്യമായിട്ട് പറയുന്നു, സർപ്പത്തെ അസത്യമായിട്ട് പറയുന്നു. വെളിച്ചം കൊണ്ടുവരുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഈ രഞ്ജുവിനെ പറ്റി നിങ്ങൾ നേരത്തെ പറഞ്ഞു, വസ്ത്രത്തെ പറ്റി പറഞ്ഞതുപോലെ ഈ രഞ്ജുവിനെ എടുത്തു നോക്കുമ്പോൾ അത് നാര്, ആ നാരിനെ വീണ്ടും പിരിച്ചു നോക്കുമ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നും തൊണ്ടിൽ നിന്ന് വരുന്നതാണെന്നും ഒക്കെ ഇത് നമുക്ക് വ്യക്തം. ഇത് അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ ഇല്ല. ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു ഞാൻ സത്യമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ട്, അതാർക്കും കാണാൻ പറ്റുന്നില്ല. എല്ലാത്തിലും ഉണ്ട് പ്രകാശം. സത്യദർശിയായ ഒരാൾക്ക് ഓരോ ചെടിയിലും പ്രകാശം കാണാൻ പറ്റും. സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇതാണ് വ്യത്യാസം. ഈ സത്യം മാത്രമേ, ഈ പ്രകാശം മാത്രമേ ഇവിടെയുള്ളൂ. ഈ പ്രകാശത്തിൽ നിലനിൽക്കുന്നതാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും, ചെടി വൃക്ഷലതാദികളും എല്ലാം തന്നെ. അപ്പോൾ ആത്മോപദേശ ശതകത്തിൻ്റെ 88ാമത്തെ ശ്ലോകത്തിലാണ് ഗുരു പറയുന്നത്, സകലവും ഉള്ളത് തന്നെ. നമ്മളിവിടെ മിഥ്യെന്നും സത്യമെന്നും ഒക്കെ പറയുന്നു, ഇവിടെ എല്ലാം ഉള്ളത് തന്നെ. അവസാനം പറയാണ് എല്ലാം ഉള്ളത് തന്നെ. തത്വചിന്താഗ്രഹന് ഇത് ഏകമായി അനുഭവപ്പെടുക തന്നെ ചെയ്യും. അയാൾ കണ്ടെത്തും ഇത് ഉള്ളത് തന്നെ. അങ്ങനെ ഉള്ളവൻ എങ്ങനെയാണ് ഇത് പോയി അറിയേണ്ടത്? അകമുഖമായി അറിയായിൽ. നിങ്ങൾ ഈ ഉള്ളിലേക്ക്, നിങ്ങൾ പുറമേ മുഖം വെച്ചുകൊണ്ട് നടക്കുകയാണ്, നിങ്ങൾ ആ മുഖത്തെ ഒന്ന് ഉള്ളിലേക്ക് അകമുഖമായി അറിയായിൽ നിങ്ങൾക്ക് തോന്നും മായ വൻ പകയായി ഇവിടെ വന്ന് വർത്തിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങളുടെ മുഖമൊന്ന് തിരിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് ആ സത്യത്തെ കണ്ടെത്താം. നന്ദി, നമസ്കാരം.